വെള്ളമാണ് സംസം വെള്ളം. ഇന്നഹാ മുബാറക, ആ സംസം വെള്ളം അനുഗ്രഹീതമായ വെള്ളമാണ്, ബറക്കത്തുള്ള വെള്ളമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സംസം വെള്ളം നമ്മൾ അത്ര പവിത്രമായിട്ടേ കാണാവൂ. അതിനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും നാം നഷ്ടപ്പെടുത്തി കളയരുത്. അത് കുടിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും വളരെ ബഹുമാനത്തോടെ അതിന്റെ ബറക്കത്ത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അത്ര വലിയ പ്രവാചകൻ ബറക്കത്തുള്ള വെള്ളമെന്ന് പറഞ്ഞ വെള്ളമാണ് സംസം വെള്ളം. പുണ്യങ്ങളുടെ പൂക്കാലമായ സുഹൃതങ്ങളുടെ വസന്തകാലമായ വിശുദ്ധ റമദാനിലേക്കുള്ള പ്രവേശന കവാടമാണ് പരിശുദ്ധമായ റജബ് മാസം. റജബ് വളരെ പരിശുദ്ധവും പവിത്രവുമായ മാസമാണെന്നും അതിന്റെ ചില സവിശേഷതകളും ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു. പരിശുദ്ധമായ റജബ് അത് അനുഗ്രഹീതമായ മാസമാണ്. റജബ് തുസബ്ബു ഫീഹിൽ ബറകത്തു അലൽ ബറായ. നമുക്ക് ഹദീസുകളിൽ കാണാം റജബ് തുസബ്ബു ഫീഹിൽ ബറകത്തു. റജബ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം കോരി ചൊരിയപ്പെടുന്ന മാസമാകുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം ഒഴുകുന്ന മാസമാകുന്നു. അലൽ ബറായ, അവന്റെ സൃഷ്ടികളുടെ മേൽ അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ അനുഗ്രഹം അവന്റെ പടപ്പുകളുടെ മേൽ കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് പ്രിയപ്പെട്ടവരെ റജബ് മാസം. ഈ റജബിന്റെ എല്ലാ ബറക്കത്തുകളും ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങളെ, ചില സമയങ്ങളെ, ചില വസ്തുക്കളെ, ചില വ്യക്തികളെ ബറക്കത്തുള്ളതാണ് എന്ന് പറഞ്ഞതായിട്ട് ഹദീസുകളിൽ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല ബറക്കത്തുള്ള മാസമായിട്ട് പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത മാസമാണ് റജബ് മാസം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ, വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത മാസമാണ് റജബ്. അതുകൊണ്ട് തന്നെ റജബ് അനുഗ്രഹീതമായ മാസമാണ്, ബറക്കത്തുള്ള മാസമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചില സന്ദർഭങ്ങളെ, ചില സമയങ്ങളെ കുറിച്ച്, ചില സമയങ്ങൾ ബറക്കത്തുള്ളതായിട്ട് നമുക്ക് വളരെ മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, എല്ലാ പ്രഭാത സമയങ്ങളും, എല്ലാ ദിവസത്തിലെയും പ്രഭാത സമയം, സുബഹി സമയം ബറക്കത്തുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തികളുടെ, എൻ്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സമയമാണ് പ്രഭാത സമയം. അതുകൊണ്ട് തന്നെ പ്രഭാതം ഒരു ദിവസത്തിലെ, ഓരോ ദിവസത്തിലെയും പ്രഭാതം അനുഗ്രഹീതമായ സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാലും നമ്മൾ ആ പ്രഭാത സമയത്ത് ചെയ്യണം. ഉദാഹരണമായിട്ട്, നമ്മളൊരു കച്ചവടം തുടങ്ങാൻ നമ്മൾ ആഗ്രഹിച്ചു. നമ്മൾ അതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ട സമയം സുബഹി കഴിഞ്ഞ് ഉദയത്തിന് മുമ്പുള്ള സമയമാണ്, പ്രഭാത സമയം. നമ്മൾ നല്ലൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ യാത്രയ്ക്ക്
അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് പ്രഭാത സമയത്തിലാണ്. നമ്മൾ വീട് കയറി കൂടാൻ തീരുമാനിച്ചാൽ ആ വീട്ടിലേക്കുള്ള താമസം തുടങ്ങേണ്ടത് പ്രഭാത സമയത്തായിരിക്കണം. കാരണം ആ സമയം ബർക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ബർക്കത്തുള്ളതായി തീരുമെന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിനെ യുദ്ധത്തിന് വേണ്ടി അയക്കുമ്പോൾ ചെറുതും വലുതുമായ സംഘങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുമ്പോൾ പകലിന്റെ ആരംഭത്തിൽ പ്രഭാത സമയത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അയച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു യാത്ര പോകുമ്പോൾ വിദേശങ്ങളിലേക്കും മറ്റും ഉപജീവനാർത്ഥം നമ്മൾ പോകുമ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം പ്രഭാത സമയമാണ്. ആ സമയത്തുള്ള യാത്ര പ്രിയപ്പെട്ടവരെ അത് ബർക്കത്തുള്ളതായി തീരും. ബഹുമാനപ്പെട്ട സഹ്ർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബിയാണ്. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. കച്ചവടക്കാരനാണ് സഹ്ർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിൽ നിന്നും മദീനയിൽ നിന്നും പല പ്രദേശങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും കച്ചവട സാധനങ്ങളുമായി അദ്ദേഹത്തിന്റെ കച്ചവടക്കാരെ അദ്ദേഹം യാത്രയാക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കച്ചവട സൈന്യത്തെ കച്ചവടക്കാരെ അദ്ദേഹം യാത്രയാക്കുമ്പോൾ അദ്ദേഹം അയക്കുന്നതും പകലിന്റെ ആരംഭത്തിലായിരുന്നു. നബിതങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഹദീസിൽ കാണാം സഹ്ർ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടം അഭിവൃദ്ധിപ്പെട്ടു. അദ്ദേഹം വലിയ സമ്പന്നനായി മാറി. അദ്ദേഹത്തിന്റെ സമ്പത്ത് അധികരിച്ചു. അദ്ദേഹം ആദ്യം ഒരു ചെറിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം പിന്നീട് ഹോൾസെയിൽ കച്ചവടക്കാരനായി വലിയ സമ്പത്തിന്റെ ഉടമയായി മാറി. എന്തുകൊണ്ട്? അദ്ദേഹം പ്രഭാത സമയത്തിൽ തന്റെ കച്ചവടം തുടങ്ങുകയും തന്റെ കച്ചവട സാധനങ്ങളുമായി വിദേശങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കച്ചവടക്കാരെ അദ്ദേഹം അയക്കുന്നത് ഈ അനുഗ്രഹീതമായ സമയത്തായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ, കച്ചവടം ചെയ്യുന്നവർ, മറ്റു തൊഴിലുകൾ ചെയ്യുന്നവർ, പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ട സമയമാണ് പ്രഭാത സമയം. പ്രഭാത സമയം വളരെ അനുഗ്രഹീതമായ സമയമാണ്. ബർക്കത്തുള്ള സമയത്ത് കടന്നുറങ്ങി ആ ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ രാവിലെ കടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങേണ്ടത് ആ കച്ചവട സ്ഥാപനത്തിലേക്ക് കടയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടത് സുബഹി നമസ്കരിച്ച് പ്രഭാത സമയത്തെ ആയിരിക്കണം. അത് നമ്മുടെ കച്ചവടത്തെ അഭിവൃദ്ധിപ്പെടുത്തും, നമ്മുടെ സമ്പത്തിനെ അത് അധികരിപ്പിക്കും. നമ്മുടെ വ്യവസായങ്ങളിൽ കച്ചവടങ്ങളും ബർക്കത്തുള്ളതായി തീരാൻ അത് കാരണമായി തീരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രഭാതം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത സമയമാണ്. അതുപോലെ തന്നെ രാത്രികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത് അനുഗ്രഹീതമായ രാത്രിയാണ്. ഇന്നാ വൽ കിതാബിൽ മുബീൻ, സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആനാണ് സത്യം. ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ച രാത്രിയെ കുറിച്ച് പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് വിശുദ്ധമായ ഖുർആനെ നാം അവതരിപ്പിച്ചത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ അവതീർണമായ രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. ഈ രാത്രി അനുഗ്രഹീതമായ രാത്രിയാണ്. ഇങ്ങനെ ഹദീസുകൾ പറഞ്ഞു നോക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ഒരുപാട് സമയങ്ങൾ അനുഗ്രഹീതമായ സമയമാണ് എന്ന് ഖുർആനും നബിയെയും പരിചയപ്പെടുത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ വിശുദ്ധ ഖുർആൻ ചില സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു, അത് അനുഗ്രഹീതമായ ബർക്കത്തുള്ള സ്ഥലമാണ് എന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം പരിശുദ്ധമായ മക്കയാണ്.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി അല്ലദീ ബിബക്കത മുബാറക മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിലുള്ള അനുഗ്രഹീതമായ ബക്കയിലുള്ള കഅബയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക. ഈ മക്കയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ബിബക്കത്തിൻ മുബാറക, അനുഗ്രഹീതമായ മക്ക എന്നാണ്. മക്ക അനുഗ്രഹീതമാണ്, ഒരുപാട് ബറക്കത്തുള്ള സ്ഥലമാണ് മക്ക. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മദീന അനുഗ്രഹീതമായ ഭൂമിയിൽ അനുഗ്രഹീതമായ സ്ഥലമാണ് മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനത്തി ലഇഫൈ മാ ജഅൽത ബി മക്ക. അല്ലാഹുവേ, മക്കയിൽ നീ ചെയ്ത ബറക്കത്തിന്റെ ഇരട്ടി മദീനയിൽ നീ ചെയ്യണമേ. മക്കയുടെ ഇരട്ടി ബറക്കത്ത് നീ മദീനയ്ക്ക് കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ മദീന. മദീന വലിയ അനുഗ്രഹീതമായ സ്ഥലമാണ്. മദീനയിലുള്ളതെല്ലാം ബറക്കത്തുള്ളതാണ്. മദീനയുടെ സർവ്വതിനും വേണ്ടി നബി തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ഹദീസുകളിൽ കാണാം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വബാരിക് ലനാ ഫീ സാഇനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവേ, മദീനയുടെ പഴങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ, മദീനയിൽ നീ ബർക്കത്ത് ചെയ്യണമേ, മദീനയുടെ അണവു പാത്രങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ. മദീനയുടെ പഴങ്ങൾ, മദീനയിൽ കൃഷി ചെയ്യപ്പെടുന്ന സർവ്വ വിഭവങ്ങളും അനുഗ്രഹീതമാണ്. അവിടുത്തെ ഈത്തപ്പഴം, അവിടുത്തെ പച്ചക്കറികൾ, അവിടുത്തെ മറ്റ് കൃഷികൾ എല്ലാം വളരെ അനുഗ്രഹീതമാണ്. അളവ് പാത്രങ്ങൾ അനുഗ്രഹീതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഹജ്ജിന് പോകാൻ ഒരു അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകാൻ ഒരു ഭാഗ്യം ലഭിച്ചാൽ, നമ്മൾ ഈത്തപ്പഴവും മറ്റും വാങ്ങേണ്ടത് മദീനയിൽ നിന്നാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത ഇടമാണ് മദീന. അവിടുത്തെ പഴങ്ങൾ ബർക്കത്താണ്. അവിടുത്തെ സാഉം മുദ്ദും ബർക്കത്തുള്ളതാണ്. സാ എന്ന് പറഞ്ഞാലും മുദ്ദ് എന്ന് പറഞ്ഞാലും അളവു പാത്രങ്ങളാണ്. നമുക്കറിയാം, പണ്ട് ഇതുപോലെ ഈ തൂക്കി കൊടുക്കുന്ന ഇടപാട് സുലഭമാകാതിരുന്ന നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ അരിയും മറ്റ് ധാന്യങ്ങളും ഒക്കെ അളന്നു കൊടുത്തിരുന്നത് എന്നേക്കാൾ കൂടുതൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ പിതാവിന്റെ പ്രായം, അതിലേറെ പ്രായമുള്ള എന്റെ സഹോദരന്മാർക്ക് ഓർമ്മയുണ്ട്. നമ്മളതിന് പടി എന്ന് പറയും, അല്ലെങ്കിൽ നാടി എന്ന് പറയും, അല്ലെ? ഒരു നാടി അരി, ഒരു പടി അരി എന്നൊക്കെ പറഞ്ഞ് കാപ്പിക്കുരു മറ്റ് ധാന്യങ്ങളൊക്കെ പടി നമ്മൾ തൂക്കി കൊടുക്കുന്ന, അതുപോലെ മദീനയിലെ വിഭവങ്ങൾ തൂക്കി കൊടുക്കുക, അളന്നു കൊടുത്തിരുന്ന പാത്രങ്ങളാണ് സാഉം മുദ്ദും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ. മദീനയുടെ അളവ് പാത്രങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞു, വഇന്നി അദുഉലി മദീന ബിമിസ്ലി മാ ദആലി മക്ക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയുടെ ബർക്കത്തിന് വേണ്ടി, മക്കയുടെ ഐശ്വര്യത്തിന് വേണ്ടി ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തെങ്കിൽ, മദീനയുടെ ഐശ്വര്യത്തിന് വേണ്ടി, മദീനയുടെ ബർക്കത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്തു എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത ഇടമാണ് പരിശുദ്ധമായ മദീന. അതുപോലെ അല്ലാഹു ബർക്കത്തുള്ള സ്ഥലമെന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരു സ്ഥലമാണ് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുമുള്ള ഭാഗങ്ങൾ. ഇലൽ മസ്ജിദുൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു.
ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തെ കുറിച്ചും അതിന്റെ പരിസര പ്രദേശങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ബാറക്കിനാ ഹൗലഹു, നാം അതിന്റെ പരിസര പ്രദേശങ്ങളിൽ ബർക്കത്ത് ചെയ്തിരിക്കുന്നു എന്നാണ്. ബർക്കത്തുള്ള മറ്റൊരു സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ ബൈത്തുൽ മുഖദ്ദസും അതിന്റെ ചുറ്റുഭാഗവും. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങൾ ബർക്കത്തുള്ളതായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ പഠിപ്പിച്ച മറ്റൊരു സ്ഥലമാണ് പർവ്വതങ്ങൾ. പർവ്വതങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തിരിക്കുന്നതാണ്. ഭൂമി കാണിയായി, ഭൂമി ഇളകി മറിയാതെ ആ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന ഭൂമിയുടെ ആണി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫീഹാ, ഭൂമിയിൽ നാം അതിന്റെ ഉപരിഭാഗത്ത് ഉറപ്പിച്ചു നിർത്തുന്ന പർവ്വതങ്ങളെ സ്ഥാപിച്ചു. ആ പർവ്വതങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ബർക്കത്ത് ഈ ഭൂമിയുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഭൂമിയുടെ ആണിക്കല്ലായ പർവ്വതങ്ങൾ, അത് ബർക്കത്താണ്, ഭൂമിയുടെ ബർക്കത്താണ്. പക്ഷെ ആ ബർക്കത്തിൽ മനുഷ്യൻ കൈകടത്താൻ തുടങ്ങിയപ്പോൾ, ആ പർവ്വതങ്ങൾ മനുഷ്യൻ തകർക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിയുടെ ബർക്കത്ത് നഷ്ടപ്പെട്ടു. ഭൂമിയുടെ ബർക്കത്ത് നഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് ഭൂകമ്പങ്ങളും മറ്റു ഭൂമികുലുക്കങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. പർവ്വതങ്ങൾ മനുഷ്യൻ കെട്ടിടം പണിയാൻ വേണ്ടി, അവന്റെ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി പർവ്വതങ്ങൾ തകർക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിയിൽ നിന്ന് വന്ന ബർക്കത്ത് തുടങ്ങി. അങ്ങനെ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് പർവ്വതങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്തുള്ള പഠിപ്പിച്ച മറ്റൊരു വസ്തുവാണ് സംസം വെള്ളം. ഖൈറു മാഇൻ അലാ വജിഹിൽ അർദ്, ഭൂമുഖത്തുള്ള വെള്ളത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വെള്ളം മാഉ സംസം, സംസം വെള്ളമാണ്. ഭൂമിയിൽ അതിനോളം പ്രാധാന്യത്തിൽ അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു വെള്ളവുമില്ല. ഏറ്റവും ഉത്കൃഷ്ടമായ വെള്ളമാണ് സംസം വെള്ളം. ഇന്നഹാ മുബാറക, ആ സംസം വെള്ളം അനുഗ്രഹീതമായ വെള്ളമാണ്, ബർക്കത്തുള്ള വെള്ളമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സംസം വെള്ളം നമ്മൾ അത്ര പവിത്രമായിട്ടേ കാണാവൂ. അതിനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. ഒരു തുള്ളി വെള്ളം പോലും നാം നഷ്ടപ്പെടുത്തി കളയരുത്. അത് കുടിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും വളരെ ബഹുമാനത്തോടെ അതിന്റെ ബർക്കത്ത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അത്ര വലിയ പ്രവാചകൻ ബർക്കത്തുള്ള വെള്ളമെന്ന് പറഞ്ഞ വെള്ളമാണ് സംസം വെള്ളം. അതുപോലെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ ബർക്കത്തുള്ള വൃക്ഷം എന്ന് പരിചയപ്പെടുത്തിയ ഒരു വൃക്ഷമുണ്ട്. മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂന. ഏതാണ് ആ വൃക്ഷം? ഒലീവ് വൃക്ഷം, ഒലീവ് മരം. ഈ ഒലീവ് മരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മിൻ ശജറത്തിൻ മുബാറക, അനുഗ്രഹീതമായ മരം എന്നാണ്. അതിന്റെ പഴം, ആ ഒലിവ് ഓയിൽ എല്ലാം ബർക്കത്തുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, കുലു സൈത്, നിങ്ങൾ ഒലിവ് പഴം കഴിക്കണം, വദ്ദഹിലു ബിഹി, നിങ്ങൾ അതിന്റെ എണ്ണ ഉപയോഗിക്കണം. നിങ്ങൾ തലയിൽ പുരട്ടാൻ, ശരീരത്തിൽ പുരട്ടാൻ, കറികളിൽ മറ്റുമൊക്കെ നിങ്ങൾ അതിന്റെ എണ്ണ ഉപയോഗിക്കണം. ഫഇന്നഹു മിൻ ശജറത്തിൻ മുബാറക, തീർച്ചയായും ഒലിവെണ്ണ അനുഗ്രഹീതമായ മരത്തിൽ നിന്നുള്ളതാണെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസയുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അത് വെറും ഒരു എണ്ണയല്ല. ഫഇന്ന ഫീഹി ശിഫാഅൻ മിൻ 70 ദാഅ, 70 രോഗങ്ങൾക്ക് ഒലിവ് ഓയിൽ ശമനമാണെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. മരുന്നാണ് ഒലിവ് ഓയിൽ. അതിൽ പ്രധാനപ്പെട്ട മാരകമായ ഒരു രോഗമാണ് ജുദാം. കുഷ്ഠരോഗത്തിന് പോലും ഒലിവ് ഓയിൽ ശമനമാണെന്നാണ് പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നത്. കുഷ്ഠരോഗത്തിന് പോലും 70 രോഗങ്ങൾക്ക് ശമനമാണ്, ഔഷധമാണ് ഒലിവ് ഓയിൽ.
ഒലിവോയിൽ അനുഗ്രഹീതമായ ഒരു മരമാണ് ഒലിവ് മരം. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അതിന്റെ എല്ലാം ഉപയോഗയോഗ്യമാണ്. ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ കൽപ്പവൃക്ഷമാണ് തെങ്ങ്. തെങ്ങിന്റെ എല്ലാം ഉപയോഗയോഗ്യമാണ്. തെങ്ങിന്റെ തടി, അതിന്റെ ഓല, ഈർക്കി, തേങ്ങ, അതിന്റെ തൊണ്ട്, തേങ്ങയുടെ ചിരട്ട, അതിന്റെ വെള്ളം എല്ലാം ഉപയോഗമാണ്. അത് അനുഗ്രഹീതമായ ഒരു മരമാണ് തെങ്ങ്. എല്ലാ മനുഷ്യ ഉപകാരയോഗ്യമാണ്, ഉപകാരപ്രദമാണ്. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞതുപോലെ സയ്യിദ് മരം അനുഗ്രഹീതമായ മരമാണ്. പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായ മരമെന്ന് പരിചയപ്പെടുത്തിയ ഒരു വൃക്ഷമാണ് ഒലിവ് വൃക്ഷം. അതുപോലെ ചില വ്യക്തികൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ റജബ് മാസം ബറക്കത്തുള്ള മാസമാണെന്ന് പഠിക്കുമ്പോൾ അള്ളാഹു ബറക്കത്തുള്ളതായി നമ്മളെ പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തുള്ളതായി പഠിപ്പിച്ച ചില വസ്തുക്കളെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഖുർആൻ ചില വ്യക്തികളെ ബറക്കത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരും ബറക്കത്തുള്ളവരാണ്, അനുഗ്രഹീതരാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വജഅലനി മുബാറകൻ ഐനമാ കുന്തു. ബഹുമാനപ്പെട്ട ഈസാ നബിയെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു അദ്ദേഹം പറഞ്ഞു വജഅലനി, അല്ലാഹു തആല എന്നെ ആക്കി മുബാറകൻ, അനുഗ്രഹീതനാക്കി, ബറക്കത്തുള്ള മനുഷ്യനാക്കി, ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും ശരി. ഈസാ നബി വലിയ ബറക്കത്തുള്ള അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഖുർആനിൽ കാണാം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ബറക്കത്തായ കൈകൊണ്ട് കണ്ണിൽ കാഴ്ചയില്ലാത്ത അന്ധനായ ഒരു മനുഷ്യന്റെ കണ്ണിലൊന്ന് തടവി കൊടുത്താൽ ആ മനുഷ്യൻ കാഴ്ച ശക്തിയുള്ള ആളായി മാറുകയാണ്. ഖുർആൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബറക്കത്താണത്. വെള്ളപ്പാണ്ട് പോലുള്ള രോഗങ്ങൾ, കുഷ്ഠരോഗം പോലുള്ള രോഗങ്ങൾ അദ്ദേഹത്തിന്റെ മുബാറക്കായ കൈയുടെ സ്പർശനമുണ്ടാകുമ്പോൾ ആ രോഗങ്ങൾ സുഖം പ്രാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ ബറക്കത്താണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആതുര സേവന പ്രവർത്തനങ്ങളുമായി, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സജീവമായി ബന്ധപ്പെട്ട ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഖുർആനിൽ അനുഗ്രഹീതനായ വ്യക്തി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ, ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ആതുര സേവന, നിങ്ങൾ ശ്രദ്ധിക്കണം, ആതുര സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, മനുഷ്യർക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവർ, അവരൊക്കെ അനുഗ്രഹമുള്ള ആളുകളാണ്. അനുഗ്രഹമുള്ള ആളുകൾ. ഇന്ന മിനന്നാസി മഫാതീഹൽ ഖൈർ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ ചില ആളുകളുണ്ട് മഫാതീഹൽ ഖൈർ, അവർ നന്മയുടെ താക്കോലുകളാണ്. പ്രവാചകന്റെ ഹദീസിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. മഫാതീഹൽ ഖൈർ, മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോൽ, ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ. ജനങ്ങളിൽ ചില ആളുകൾ നന്മയുടെ താക്കോലുകളാണ്, നന്മയുടെ കവാടങ്ങൾ തുറക്കുന്ന ചില ആളുകളുണ്ട്. തിന്മയുടെ പൂട്ടുകളാണ് ചില ആളുകൾ. ആരാണ്? നന്മയുടെ താക്കോലുകൾ, തിന്മയുടെ പൂട്ടുകൾ. ആരാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മയുടെ താക്കോലുകളാകണം, തിന്മയുടെ പൂട്ടുകളാകണം. സർവ നന്മകളും നമ്മളെ കൊണ്ട് തുറക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ, എവിടെ ആർക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും അവരവിടെ ബന്ധം നോക്കുകയില്ല, മറ്റ് സൗഹൃദം നോക്കുകയില്ല, ഓടി അവിടെ എത്തും.
ഒരു മരണം നടന്നാൽ മയ്യത്ത് കുളിപ്പിക്കാൻ, കബറെടുക്കാൻ, ഒരു കല്യാണ വീടാണെങ്കിൽ അവിടെ ഓടിയെടുക്കും. ആർക്കെങ്കിലും രോഗം പിടിപെട്ടു എന്ന് പറഞ്ഞാൽ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവിടെ എത്തും. ആർക്കെങ്കിലും സാമ്പത്തികമായി പ്രയാസമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി മറ്റുള്ളവരോട് പൈസ സ്വരൂപിച്ച് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അവിടെ എത്തും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നന്മ മരങ്ങൾ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ നന്മ മരങ്ങളാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ചില ആളുകളുണ്ട്, അവർ തിന്മയുടെ കൂട്ടുകളാണ്. സമൂഹത്തിലുള്ള എല്ലാ തിന്മകളും പടിതടച്ച് പിണ്ടവെക്കാൻ അവർ ശ്രമിക്കും. എല്ലാ തിന്മകളും അവര് ആ തിന്മകൾക്കെതിരെ അവർ പ്രവർത്തിക്കും. എന്നാൽ ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ തിന്മയുടെ താക്കോലുകളാണ്. നന്മയുടെ കൂട്ടുകളാണ്. എന്താ പറഞ്ഞേ? ചില ആളുകൾ ഇതൊക്കെ എന്റെ സ്വന്തമായിട്ടല്ല ഈ പറയുന്നത്. നബിയുടെ ഹദീസ്, ആ ഹദീസിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. എന്റെ വകയായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഷർറിന്റെ താക്കോലുകൾ എവിടെ, ആർക്കെന്ത് പ്രശ്നം ഉണ്ടാക്കണം അവരിങ്ങനെ ആലോചിക്കുന്നത്. എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്ത് തിന്മയാണ് ഉണ്ടാക്കുന്നത്, അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ചില ആളുകൾ. അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അവർ തിന്മയുടെ താക്കോലുകൾ എന്നാണ്. എന്ത് നന്മയുണ്ടോ അതെല്ലാം മുടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾ നന്മയുടെ കൂട്ടുകൾ, തിന്മയുടെ താക്കോലുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നന്മയുടെ താക്കോലുകളാണ്. നമ്മൾ എന്തിനാണ് എല്ലാവർക്കും നന്മ വരാൻ ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാണെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നന്മയുടെ താക്കോലുകൾ, നന്മയുടെ താക്കോലുകളായ ആളുകൾ, നന്മയുടെ മരങ്ങൾ എന്ന് നമ്മൾ പറയാം. അർത്ഥം നന്മ മരങ്ങൾക്ക് സർവമംഗളങ്ങളും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവർക്ക് സർവമംഗളങ്ങളും ഞാൻ നേരുന്നു, അവരെ ഞാൻ അനുമോദിക്കുന്നു, അവരെ ഞാൻ ആശീർവദിക്കുന്നു, അവർക്ക് സർവമംഗളാശംസകളിൽ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? ആരുടെ കൈകളാണോ തിന്മയ്ക്ക് നന്മ തടഞ്ഞ് തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർക്ക് സർവനാശവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മയുടെ താക്കോലുകളാകണം, തിന്മയുടെ കൂട്ടുകളാകണം. ഇങ്ങനെ നന്മയുടെ താക്കോലുകളും തിന്മയുടെ കൂട്ടുകളുമായ ആളുകൾ അവർ സമൂഹത്തിലെ അനുഗ്രഹീതരായ ആളുകളാണെന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ എവിടെയും അനുഗ്രഹമാണ്, അവർ അനുഗ്രഹീതരായ ആളുകളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബറക്കത്ത്. ഇൻഷാ അല്ലാഹ് എന്താണ് ബറക്കത്ത്? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ, കച്ചവടങ്ങളിൽ ഒക്കെ നമ്മൾ ബന്ധപ്പെടുന്ന അഖില നിഖില മേഖലകളിൽ ബറക്കത്തുണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച നമുക്ക് പറയാം. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബറക്കത്താണ്. ബറക്കത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം എന്ന്. വെറുതെ സലാം പറഞ്ഞാൽ പോരാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. ഇങ്ങനെ പറയട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നമ്മൾ
അതല്ല സലാം. ഒരു വലിയ പ്രാർത്ഥനയാണ്. രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ നമ്മളൊരു അഭിവാദ്യം എന്നതിലുപരി അത് വലിയൊരു പ്രാർത്ഥനയായിട്ടാണ് നബികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അസ്സലാമു, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, വറഹ്മത്തുഹു വറഹ്മത്തുല്ലാഹി, അല്ലാഹുവിന്റെ കാരുണ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ, വബറകാതുഹു, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് നന്മ മരങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ഈ മാസം, ഈ അനുഗ്രഹീതമായ റജബ് മാസം നമുക്കതിന് പ്രചോദനമാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.